അപ്പോൾ ഞങ്ങളുടെ ഷോപ്പിംഗ് വീണ്ടും ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇന്നലത്തെ ഷോപ്പിംഗ് സ്റ്റോപ്പ് ചെയ്തു. കാരണം ഷോപ്പൊക്കെ പൂട്ടി, രാത്രി ആയല്ലോ. അപ്പോൾ അത് അല്ലുട്ടത് ഇളിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളിതാ ബ്ലോക്കിലൊക്കെ പെട്ട് നിന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളുടെ ഷോപ്പിംഗ് കണ്ടിന്യൂ ചെയ്യാണ്. നാളെയാണ് കേട്ടോ ബർത്ത്ഡേ വരുന്നത്. ഓക്കെ, അപ്പം ബാക്കി ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇന്നലെ ഞങ്ങൾ പോയിട്ട് ഡ്രസ്സും എടുത്തു, ആർക്കെ സ്റ്റുഡിയോയിൽ നിന്നും ഫോട്ടോയും എടുത്തു. പക്ഷെ ഞങ്ങൾക്ക് മീൻസ് എന്താ വേറെ ഫോട്ടോസിനുള്ള സമയം കിട്ടിയില്ല. കാരണം അല്ലു കറങ്ങിയതുകൊണ്ട് വേറെ ഫോട്ടോസൊന്നും സെറ്റായില്ല. അപ്പോൾ ഞങ്ങളിതാ ഇന്ന് വീണ്ടും ഫോട്ടോ എടുക്കാനാണ് ഫസ്റ്റ് പോകുന്നത്. അപ്പോൾ ഞങ്ങളിതാ വിശത്ത് ഇളിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരു ഹോട്ടൽ നോക്കിയിട്ട് വലിയ ഹോട്ടലുണ്ട്, പക്ഷേ ഇവിടെ പാഴ്സലേ ഉള്ളൂ. നോൽമ്പല്ല, നോമ്പ് കാരണം എല്ലാ സ്ഥലവും ക്ലോസിങ് ആണ് കേട്ടോ. അപ്പോൾ ഞങ്ങളിതാ അല്ലു ഇതാ ഉറങ്ങിപ്പോയിട്ടുണ്ട്. ഞങ്ങളിതാ ഫുഡിന് വേണ്ടിയുള്ള അലച്ചലിലാണ്. എനിക്ക് മാത്രമല്ല കേട്ടോ, കണ്ടില്ലേ അപ്പൂസാറിൻ്റെ ഫേസ് കണ്ടില്ലേ, വിഷന്ന് ഇളിഞ്ഞ് ഡ്രൈവ് ചെയ്യണം ഫേസാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എവിടെയെങ്കിലും ഹോട്ടലുണ്ടോ എന്ന് വീണ്ടും ഞങ്ങൾ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇതാ അലച്ചലിന് ശേഷം ഞങ്ങൾക്കൊരു ഹോട്ടൽ കിട്ടി കേട്ടോ. ഞാനിതാ നെയ്ച്ചോറും ഇഷ്ടവും അപ്പൂസാട്ടൻ ബിരിയാണി കേട്ടോ വാങ്ങിച്ചത്. അങ്ങനെയൊക്കെ കഴിച്ചു. ക്ഷീണത്തിലിതാ എൻ്റെ അല്ലൂട്ടൻ മയക്കത്തിലാണ് കേട്ടോ. അങ്ങനെ ഫുഡൊക്കെ കിട്ടി, ഞങ്ങളൊക്കെ ഹാപ്പി ആയി കണ്ടില്ല. അപ്പൂസാട്ടൻ ഒന്ന് ചിരിച്ചേക്ക് ഫുഡ് കിട്ടില്ല. ഓക്കെ, അപ്പം ഞങ്ങളടുത്ത് ഞങ്ങൾ ഫോട്ടോ വാങ്ങി. നെക്സ്റ്റ് ഞങ്ങൾ സ്നാപ്പി ഷോട്ടിലേക്ക് പോയിട്ട് ഫോട്ടോ എടുക്കാം കേട്ടോ. ഞങ്ങളിതാ ഗോകുലം മോളിൽ എത്തിയിട്ടുണ്ട്. അവിടെ എത്തി സ്നാപ്പി ഷോട്ടിലേക്ക് വന്നു. ഇനി ഇതാ അല്ലൂട്ടൻ്റെ ഫോട്ടോ എടുക്കാനുള്ള തന്ത്രപ്പാടുകളിലാണ് കേട്ടോ. എങ്ങനെ നോക്കിയിട്ടും അല്ലൂട്ടൻ സമ്മതിക്കുന്നില്ല എന്ന് തന്നെ പറയാം. പിന്നെ ഇതാ അല്ലൂട്ടന് നമ്മൾ ഇറങ്ങാൻ നേരത്ത് അവിടെ ഒരു തീവണ്ടി പോലത്തെ ട്രെയിൻ പോലത്തെ ഒരു സാധനം ഉണ്ടല്ലോ, അതിൽ കയറണം എന്ന് പറഞ്ഞ്. അങ്ങനെ ഞാനും അല്ലും കൂടിയും കയറിയിട്ടോ. അല്ലുവിനൊരു വിഷമമാവണ്ട വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ കൂട്ടിയും കയറിയത്. അല്ലാതെ എനിക്ക് ഇഷ്ടമുണ്ടായിട്ടൊന്നും അല്ല കേട്ടോ. അങ്ങനെ ഞാനും അല്ലൂട്ടനും കൂടി അതിൽ കയറി ഓരോ റൗണ്ട് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പൂസേട്ടനാണ് ഞങ്ങളെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിലിങ്ങനെ പാട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അതിനനുസരിച്ച് ഇങ്ങനെ തുള്ളിക്കൊണ്ടിരിക്കുമ്പോൾ ഇതാ അതിലൂടെ വന്ന് അപ്പൂസേട്ടന് ടാറ്റയൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ ഞങ്ങൾ. അങ്ങനെ ഇതാ ആ റൗണ്ട് അടി നല്ല നല്ല സ്ഥലമായിരുന്നു. അപ്പം ഞങ്ങളിതാ ഫോട്ടോഷൂട്ട് കഴിഞ്ഞ്, അല്ലുവിൻ്റെ ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞ് അല്ലുവിടെ പോയി. എന്താ അല്ലു ബാക്കിൽ റെസ്റ്റ് എടുക്കുകയാണ്. ഇനി ഞങ്ങൾ അല്ലുവിന് ഗിഫ്റ്റ് മേടിക്കാൻ പോവാട്ടോ. അല്ലുവിന് ഞങ്ങളുടെ ഗിഫ്റ്റ് മേടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പോവാണ്. അപ്പം ഇനി അവിടെ വെച്ചിരിക്കാം കേട്ടോ. അപ്പോൾ ഇതാ ബർത്ത്ഡേ ഗിഫ്റ്റ് എടുക്കാൻ വേണ്ടി ഞങ്ങൾ എത്തിയത് ഐശ്വര്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളിതാ ഫസ്റ്റ് തന്നെ ബാംഗിൾസ് എടുക്കാൻ വെച്ചു. പിന്നെ അവിടെ നമുക്കൊന്നും ലൈക്കായിട്ടില്ല, നമ്മൾ വിചാരിച്ചൊരു മോഡലൊന്നും കിട്ടിയില്ല. അപ്പോൾ ഞങ്ങൾ വെച്ചു എന്നാൽ ഒരു സിമ്പിളായിട്ടുള്ള ചെയിൻ എടുക്കാമെന്ന്. അല്ലുട്ടൻ്റെ ഉള്ളത് മണിമാലയാണ്, എന്നാൽ പിന്നെ ഒരു സിമ്പിളായിട്ടുള്ള ചെയിൻ എടുക്കാൻ വെച്ചു. അങ്ങനെ ഈ ഒരു ചെയിനും ഒരു ആലസും കേട്ടോ. അപ്പോൾ ഇതാണ് അല്ലുട്ടൻ്റെ അച്ഛനും അമ്മയും കൊടുക്കുന്ന ബർത്ത്ഡേ ഗിഫ്റ്റ് കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങളിതാ അപ്പനേക്ക് എനിക്ക് ദാഹിച്ചു പോയി. അപ്പോൾ ജ്യൂസ് കുടിക്കാമെന്ന് വെച്ചു. അങ്ങനെ ജ്യൂസ് മാത്രം നമ്മൾ കുടിക്കുന്നത് അത്ര ശരിയല്ലല്ലോ. എന്നാൽ പിന്നെ ഇതാ ഒരു ബർഗറും കൂടി കുത്തിക്കയറ്റെന്ന് വെച്ച് അതും കൂടിയും കഴിച്ചു ഞങ്ങൾ. അപ്പം ഞങ്ങളുടെ പർച്ചേസ് ഇതാ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഞങ്ങൾ എല്ലാ സാധനങ്ങളും വാങ്ങിച്ചു കഴിഞ്ഞു. ഇനി നാളെ നമ്മളെ കേക്കും നമ്മളെ പാർട്ടിയും കാര്യങ്ങളൊക്കെ നാളെയാണ്. അപ്പോൾ ഓക്കെ, ബൈ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.